ഗായത്രിയുടെ കേസിനകത്ത് ഗായത്രി മാത്രമല്ല നമ്മുടെ മുന്നിലേക്ക് ബിജി എന്നൊരു അമ്മയും ഇന്നലെ വന്നിരുന്നു. അവർ രണ്ടുപേരുമാണ് ആ ആശുപത്രിക്കകത്ത്. കാരണം ഇവിടെ കുട്ടികൾ ചികിത്സയിൽ കൂടി ഇരിക്കുകയാണ്. ധൈര്യത്തോടു കൂടി കാര്യങ്ങൾ തുറന്നു പറയാനായി വന്നത്. വേറെ ഒന്നുമല്ല, ധൈര്യത്തോടെ വന്നതൊന്നുമല്ല, അവരുടെ നിവർത്തികെട്ട സാഹചര്യം കൊണ്ട് ഇനി മുന്നോട്ട് പോകാനാകില്ല, ഇത് അഡ്രസ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് ഇവർ വന്നത്. നമ്മൾ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം ഇന്നലെ തിരുവനന്തപുരത്ത്, ഇവിടെ ഉണ്ടായിരുന്നില്ല, തിരുവനന്തപുരത്താണെന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ നമ്മൾ അദ്ദേഹത്തെ വിളിച്ചപ്പോഴും നമുക്ക് അദ്ദേഹത്തെ ഫോണിൽ കിട്ടിയിട്ടില്ല. പക്ഷേ അതേസമയം തന്നെ NRHMന്റെ ചുമതലയുള്ള, അതായത് ഈ അമ്മയും കുഞ്ഞും പദ്ധതി നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചുമതലയുള്ള ഡോക്ടർ കോശിയുമായി നമ്മൾ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇവരുടെ കാര്യം, ഇവരുടെ കാര്യത്തിലുള്ള ഇടപെടൽ നടത്താമെന്ന് അവർ പറയുന്നതിനോടൊപ്പം പക്ഷേ ഇങ്ങനെയൊരു സംഭവം എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ വിശദീകരണം നൽകാനായി കഴിയുന്നില്ല. പണം മെഡിക്കൽ കോളേജിന് നൽകാറുണ്ട് എന്നുള്ളത് അവർ പറയുന്നു. പക്ഷേ അതേസമയം തന്നെ പെൻഡിംഗ് ഉണ്ട്, പണം നൽകുന്നതിൽ പെൻഡിംഗ് ഉണ്ട്. ആ പെൻഡിംഗ് എത്രയെന്ന് സംബന്ധിച്ചൊരു കൃത്യമായ വിശദീകരണം നമുക്ക് ലഭ്യമായിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഗായത്രിയുടെ കുട്ടിക്ക് ഒരു ട്യൂബ് കുട്ടിക്ക് ഒരു ട്യൂബ് വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ട്യൂബിന് 8,000 രൂപയാണ് വില വന്നത്. അത്തരത്തിൽ 2 ട്യൂബുകൾ കുട്ടിക്കായി 2 കുഞ്ഞുങ്ങൾക്കുമായി വാങ്ങിക്കൊടുക്കേണ്ടതുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും അത് ചിന്തിക്കാൻ പോലും കഴിയാത്തത്ര തുകയായിരുന്നു. കാരണം ഇപ്പോൾ തന്നെ 16 ദിവസത്തോളമായി ആശുപത്രിയിൽ ഇത്തരത്തിൽ നിരന്തരം പണം മുടക്കി അവര് ഒരു വഴിക്ക് എത്തിക്കഴിഞ്ഞു. കാരണം എന്താ പറയുക, അവരുടെ അവസ്ഥ വളരെ ദയനീയമാണ്. അങ്ങനെ വന്ന സാഹചര്യത്തിൽ ഈ ട്യൂബിന് വേണ്ടി പിന്നീട് ഇവരുടെ ഇടപെടൽ നടത്തുകയും ഒരുപാട് പ്രാവശ്യം കയറിയിറങ്ങുകയും ആ ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാർ ഉൾപ്പെടെ സഹായിച്ച് അവരുടെ ഉൾപ്പെടെ പ്രഷറിന്റെ പുറത്ത് ഒരു ട്യൂബ് അനുവദിച്ചു കിട്ടിയല്ലേ? ഒരു ട്യൂബ് അനുവദിച്ച് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2 ട്യൂബും ഇവർക്ക് കിട്ടേണ്ടതാണ് സൗജന്യമായി, അല്ലേ? 2 കുട്ടികളുണ്ട്. അപ്പൊ 2 കുട്ടികൾക്കും എമർജൻസി ആയിട്ട് വേണമെന്ന് തന്നെ പറഞ്ഞ ട്യൂബായിരുന്നു. എന്തിനു വേണ്ടിയുള്ളതായിരുന്നു അത്? ഫുഡ് ഫീഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഫുഡ് പോകാനും ബ്ലഡ് ഒക്കെ പോകാനും വേണ്ടിയിട്ടുള്ളതാണ് ട്യൂബ് വെച്ചിരുന്നത്. പിറ്റ് ലൈൻ എന്ന് പറയും. അതാണ്, അതായത് ഒരു ട്യൂബ് അത്രയും ബുദ്ധിമുട്ടായി ഇവർ കയറി ഇറങ്ങി ഡോക്ടർമാർ ഉൾപ്പെടെ, ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടർമാർ ഉൾപ്പെടെ, ഗൈനക്കോളജി ന്യൂബോണിലെ ഡോക്ടർമാർ ഉൾപ്പെടെ ഇവരെ സഹായിച്ചതോടുകൂടി അത്തരത്തിൽ ഒരു ട്യൂബ് ഇവർക്ക് അനുവദിച്ചു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും 2ഉം ഇവർക്ക് സൗജന്യമായി കിട്ടേണ്ടതായിരുന്നു. പക്ഷേ നിസ്സഹായരായ ആളുകളെങ്കിലും സഹായിക്കാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇവർ ആരുടെ മുന്നിലേക്ക് പോകുമെന്നുള്ളതാണ്. കാരണം ഗായത്രിയും ഗായത്രിയുടെ അമ്മയും മാത്രമാണുള്ളത്. ബിജിയുടെ ഒപ്പം ആരുണ്ട് ഇവിടെ? ബിജിയുടെ അമ്മ തന്നെയാണ്. ഹസ്ബൻഡും അവിടെ ജോലിക്ക് പോയാലേ അവർ മുന്നോട്ട്. അവരും ഒരു സാമ്പത്തികമായി ഒരുപാട് പിന്നോക്കം തന്നെയാണ് നിൽക്കുന്നത്. ഹസ്ബൻഡ് മാത്രം വർക്ക്ഷോപ്പിലെ ജോലിയാണല്ലേ? വർക്ക്ഷോപ്പിലെ ജോലിയാണ്. അതാണ് നമ്മള് ഗായത്രിക്ക് ഒപ്പം കണ്ട ബിജി. ഇപ്പോ അഭിജിക്ക് ഇറങ്ങി വരാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ പരിശോധന നടക്കുന്ന ഒരു സമയമായിട്ടുണ്ട്. ഗായത്രിയെ നമുക്ക് ഒഴിവാക്കേണ്ടതായുണ്ട്. കുഞ്ഞിന്റെ അടുത്തേക്ക് പോകണം. ആ ഒരു അവസ്ഥ കൊണ്ടാണ് ഈ അമ്മ ഇത്രയും ഫയലും കേസ് ഷീറ്റുകളുമായി നമ്മളുടെ മുന്നിലേക്ക് വരേണ്ടി വന്നത്. ആശുപത്രിക്കകത്ത് വെന്റിലേറ്ററിലാണ് കുഞ്ഞുങ്ങൾ, അല്ലെ? 2 കുഞ്ഞുങ്ങളും വെന്റിലേറ്റർ. അവിടെ ആ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്നവരുടെ ഒരു മാനസികാവസ്ഥ കൂടി പരിഗണിക്കേണ്ടതും ഉണ്ട് എന്നുള്ളതാണ്. ഗായത്രി, എന്റെ മാത്രം അവസ്ഥയല്ല, ഇനി വരാൻ പോകുന്ന അമ്മമാർക്കും ഇങ്ങനെ തന്നെയായിരിക്കും. നിവർത്തി കാണില്ലായിരിക്കും. ഇത്രയും പെട്ടെന്നൊരു എമൗണ്ട് പറയാ. ഡെയിലി മരുന്ന് വാങ്ങാൻ ഇന്നലെ വിജിക്ക് വാങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ലാസ്റ്റ് രാത്രി ഹസ്ബൻഡ് വന്നിട്ടാ വാങ്ങേണ്ടി പറ്റുന്നത്. അതായത് ഇന്നലെ നമ്മളോട് സംസാരിച്ചു. അതായത് ആര്യ നമ്മളോട് നേരത്തെ ഗായത്രിക്കൊപ്പം തന്നെ മറ്റൊരു അമ്മയെ നമ്മൾ കണ്ടിരുന്നു. ബിജിയുടെ കുട്ടിക്കായി എഴുതി കൊടുത്ത മരുന്ന് അവർക്ക് വാങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഭർത്താവ് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം എത്തിയ രാത്രിക്ക് ശേഷമാണല്ലേ മരുന്ന്? രാത്രിയാണ് പിന്നെ വാങ്ങിച്ചുകൊണ്ട് കൊടുത്തത്. അതുപോലെയാണ് എല്ലാവരുടെയും അവസ്ഥ. എന്റെ മാത്രമല്ല, എല്ലാവരുടെയും അവസ്ഥ. ഡെയിലി ഒരു 700 രൂപയ്ക്ക് തരികയാണെങ്കിൽ നമ്മളിവിടെ നിൽക്കുന്ന അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും ഉണ്ട്. പിന്നെ എനിക്ക് മാത്രമല്ല, എല്ലാ അമ്മമാർക്കും ഇതൊരു ഇതായ ഉപകാരമായി കഴിഞ്ഞാൽ അതുകൊണ്ടല്ലേ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ട് വരുന്നത്. നമ്മുടെ നിവൃത്തികേട് കൊണ്ടല്ലേ നമ്മൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എവിടെയെങ്കിലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെല്ലില്ലേ. അപ്പോൾ ഇവർ ഓരോന്ന് പറയുമ്പോൾ നമുക്ക് നല്ല സങ്കടമുണ്ട്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടില്ല, ആരുടെ നിന്നാണെങ്കിലും വാങ്ങിച്ചിട്ടാണെങ്കിലും കൊടുക്കും. പക്ഷെ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പം ഇനിയും ബുദ്ധിമുട്ടാണ്. ഇനിയും വാങ്ങാനായാലും ഹസ്ബൻഡിന് മാത്രമേ ജോലിയുള്ളൂ. അപ്പോൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതെങ്ങനെയാണ് ഇനി 15 ദിവസം മുന്നോട്ട് പോകേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അപ്പം അതുകൊണ്ട് മാത്രം ഇപ്പം ഇങ്ങനെ ഇറങ്ങി വന്നിട്ടാണെങ്കിലും നല്ല പേടിയുണ്ട്. അല്ലാതെ കുഞ്ഞുങ്ങളവിടെ ഇരിക്കുമ്പോൾ എന്തായിരിക്കും ഇവിടുന്ന് ഉള്ളതെന്ന് നല്ല പേടിയുണ്ട്. എന്നിട്ട് ഞാൻ വന്ന് പറഞ്ഞു, എന്നെപ്പോലെ ഒരുപാട് അമ്മമാരതിനകത്തുണ്ട്. ഇപ്പോൾ ഓരോന്ന് പറയുമ്പോൾ കരഞ്ഞുകൊണ്ട് പോകുന്ന ഒരുപാട് അമ്മമാരുണ്ട് അവിടെ. അവർക്കെല്ലാം വേണ്ടിയിട്ട് ആണ് ഞാൻ സംസാരിച്ചത്. ചിലർക്കൊക്കെ വരാനും പേടിയുണ്ട്. ഇങ്ങോട്ട് വന്ന് സംസാരിക്കുമ്പോൾ ഇനി എന്താകും ഇനി അടുത്ത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ്, എല്ലാവർക്കും ഒരിതാവാൻ വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്.
അതാണ് അത് ഗായത്രി ഒരു ഘട്ടത്തിലും ഇവിടെയുള്ള ഡോക്ടർമാരെയോ മറ്റുള്ളവരെയോ പഴിചാരുന്നില്ല. അവർ പരമാവധി ഗായത്രി സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പറഞ്ഞ ഉടനെ തന്നെ മാം എനിക്ക് ലെറ്ററൊക്കെ എഴുതി തന്നു. മാമിന്റെ കൈപ്പടെ തന്നെ അപ്പം തന്നെ എഴുതി തന്നു. അല്ല അവർക്ക് അതൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റും. സൂപ്രണ്ടിന് നൽകുന്നതിന് വേണ്ടിയല്ലേ? പിന്നെ എന്തെങ്കിലും നമുക്ക് ചെറുതായിട്ടൊക്കെ അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഫണ്ട് ഇത്രയും വലിയ ഫണ്ടൊക്കെ അവർക്കും എന്ത് ചെയ്യണമെന്ന് അവർക്കും അറിയാം. ഇതുവരെ എത്ര രൂപയോളം ആയിട്ടുണ്ട് കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് ഇവിടെ നൽകിയിട്ട് വന്നിട്ടുണ്ട്? ഏകദേശം എനിക്കും കുഞ്ഞിനുമായിട്ട് 50-ഓളം ചെലവായിട്ടുണ്ട്. 50,000 രൂപയ്ക്ക് മേളിലായി. ഞാനും ഇവിടെ കിടക്കുക തന്നെ ഒരു മാസമായിട്ട്. അപ്പം നമുക്ക് ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമ്പോഴത്തേക്ക് നമുക്ക് എൻ്റെ അമ്മയും മാത്രമേ ഫുഡ് വാങ്ങാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് ആ സമയം പുറത്തുനിന്ന് ഫുഡ് വാങ്ങേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെ ഇന്നലെ എല്ലായിടും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി നമുക്ക് ഫുഡ് ചിലപ്പം പുറത്തുനിന്ന് വാങ്ങണം. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഫുഡിൻ്റെ കാര്യവും നമ്മൾ അങ്ങനെ വരാറുണ്ട്. എല്ലാം കൂടെ നമുക്ക് മാനേജ് ചെയ്യുമ്പോഴത്തേക്ക് നല്ല എമൗണ്ട് ആവുന്നുണ്ട്. ഈ അവസാന ഘട്ടത്തിൽ മാത്രമേ സൂപ്രണ്ടിൻ്റെ അടുത്തോട്ട് ഞാൻ പോയിട്ടുള്ളൂ. അല്ലാണ്ട് ഇത്രയും ദിവസം നിന്നപ്പം ഞാൻ എവിടെയോട്ടും പോയിട്ടില്ല. ആരോടും സംസാരിച്ചില്ല. അവർ തരുമ്പോൾ അപ്പം തന്നെ എങ്ങനെയാണെങ്കിലും അറേഞ്ച് ചെയ്ത് പറയുന്ന സമയത്ത് കൊടുക്കാം. പക്ഷെ ഇപ്പം ഞങ്ങളെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് എല്ലാവരെയും ആശ്രയിക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അമ്മമാരകത്തുണ്ടല്ലേ? ഒരുപാട് അമ്മമാർ, പറയാത്ത ഒരുപാട് അമ്മമാരുണ്ട് അകത്ത്. ഇതുപോലെ കരഞ്ഞ് എന്നെ പോലെ നിൽക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് ഇതിനകത്ത്. ചിലപ്പം അവർക്കും പറയാൻ ആരോട് പറയണം എങ്ങനെ പറയണമെന്നറിയാതെ നിൽക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട് ഇതിനകത്ത്. അതാണ് ഗായത്രി. എന്തായാലും ന്യൂസ് 8 അത്തരം ഒരു ഇടപെടൽ നടത്തും എന്നുള്ളത് തന്നെയാണ്. സമാധാനമായിരിക്കും, കുഞ്ഞുങ്ങളും സുരക്ഷിതമായിരിക്കും. ഈ കാര്യങ്ങൾ തുറന്നു പറഞ്ഞു എന്നതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കപ്പെടുമെന്ന് ഭയക്കണം. അവിടെ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പേടിയല്ല. എന്നാലും നമുക്കുള്ളിലൊരു ഭയം കാണുമല്ലോ. എല്ലാവർക്കും ഇറങ്ങി വരാനൊരു പേടിയുണ്ട്, എന്ന് വന്ന് പറയാനൊരു പേടിയുണ്ട് എല്ലാവർക്കും. അവിടെ നിന്ന് പോലും ഒന്ന് തിരിച്ച് അങ്ങനെ സംസാരിക്കാൻ പോലും അവിടെ ചെന്നൊരു പേടിയുള്ള ആളുകളാണ് എല്ലാവരും സാധാരണക്കാരില്ല. അവരുടെ മനസ്സിലൊരു പേടി വരില്ലേ നാളെ എന്തെന്നുള്ളതിന്റെ. അതാണ് അത്. പ്രസവം കഴിഞ്ഞിട്ട് ദിവസങ്ങൾ മാത്രമായ ഒരു അമ്മയാണ്. ഒരുപാട് സമയം നിർത്താനും ഒന്നും കഴിയില്ല. അതിന്റെ ഒരു ഗതികേട് കൊണ്ട് ഇവിടെ എത്തി നമ്മളുടെ മുന്നിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ചതാണ്. എന്തായാലും ഗായത്രിയെ നമുക്ക് തിരികെ അയക്കാൻ അറിയാം. കാരണം കുഞ്ഞുങ്ങൾ 2 പേര് അകത്ത് വെന്റിലേറ്ററിലാണ്. മാത്രമല്ല ഗായത്രിക്ക് വിശ്രമം വേണ്ട ഒരു സമയം കൂടിയാണ്. അതെ, വിശ്രമമൊന്നും കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു വിശ്രമം ഇവിടെയുള്ള ഒരമ്മമാർക്കും വെന്റിലേറ്ററിൽ കിടക്കുമ്പോൾ കിട്ടത്തില്ല. അവർക്കപ്പം ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കണം എല്ലാ കാര്യത്തിനും. എല്ലാ അമ്മമാരുടെ അവസ്ഥ ഞാൻ കാണുന്ന ഒരമ്മമാരും ഇങ്ങനെ കിടന്നിട്ടൊന്നുമില്ല ഇവിടെ. വിജയാണെങ്കിലും ഞാനാണെങ്കിലും ഞങ്ങൾക്ക് അങ്ങോട്ട് ഓടി ചെല്ലാൻ ഞങ്ങൾ തന്നെ ചെല്ലേണ്ടി വരുമല്ലോ. കുഞ്ഞുങ്ങളുടെ കാര്യമല്ലേ. പിന്നെ വിശ്രമമൊന്നും ഇത്രയും ദിവസത്തിനിടെ ഒരു സമയം പോലും കിട്ടിയിട്ടില്ല. ഒരു കൊച്ചുകുട്ടിയുണ്ട് കൂടെ. ആ കൊച്ചു കുഞ്ഞും ഗായത്രിയുടെ അമ്മയും. അമ്മ തയ്യൽ തൊഴിലാളിയാണ്. അമ്മയ്ക്കും ഇത്രയും ദിവസമായിട്ട് ഒരു തൊഴിലും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഗായത്രിയാണുള്ളത്. അമ്മ കുഞ്ഞിനെ നോക്കുമ്പോൾ ഈ കേസ് ഷീറ്റുമായിട്ട് പലതവണ നമ്മൾ പലയിടങ്ങളിലായി പുറത്തെ മെഡിക്കൽ സ്റ്റോറുകളിലും ലാബുകളിലും ഒക്കെയായി ഓടി നടക്കുന്ന ഗായത്രിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. സങ്കടകരമാണ് അവസ്ഥ. സർക്കാർ ഈ അവസ്ഥ കാണാതെ പോകരുത്. പാവപ്പെട്ട ദയനീയമായ സാഹചര്യത്തിലൂടെ കടന്നുപോകുന്ന നിരാലംബരായ സ്ത്രീകളാണ് നമ്മളോടൊപ്പം. ഗായത്രി മടങ്ങിക്കോളും. അതാണ്, എന്തെങ്കിലും ഒരു സഹായം സർക്കാരിന്റെ ഭാഗത്തു നിന്നൊരു ഇടപെടൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.